നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്ന് വീണ്ടും ഒരു കർക്കിടക സ്പെഷ്യൽ വീഡിയോ ആണ്. എന്തിനാണ് ഈ കർക്കിടക മാസത്തിൽ മാത്രം ഔഷധക്കഞ്ഞി സേവിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ആയുർവേദ ശാസ്ത്രത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതും, രണ്ടാമത്തത് രോഗമുള്ള ഒരാളുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതും. ആദ്യത്തതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു രീതിയാണ്. അതായത് ഒരാൾക്ക് രോഗം വരാതെ എങ്ങനെ കാത്തു സംരക്ഷിക്കാം എന്നുള്ളത്. ഇങ്ങനെ ഒരാളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻഷൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ദിനചര്യ, ഋതുചര്യ എന്നുള്ള ഓരോ രീതിയിൽ പറയുന്നുണ്ട്. അതായത് ദിനചര്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നത് ഉൾപ്പെടെ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഋതുചര്യ. ഋതു അല്ലെങ്കിൽ സീസൺ. നമ്മളുടെ നാട്ടിൽ 6 സീസൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ 3 സീസണേ ലഭ്യമാകുന്നുള്ളൂ. ഒന്ന് മഴക്കാലം, ഒന്ന് വേനൽക്കാലം, പിന്നെ തണുപ്പ് കാലം. ഈ കാലങ്ങളിലെല്ലാം എന്തൊക്കെ ആഹാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മളുടെ ചിട്ടകൾ എന്തൊക്കെ ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഋതുചര്യയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യേണ്ട എത്രത്തോളം വ്യായാമം ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ ഋതുചര്യയിൽ പറയുന്നുണ്ട്. കാരണം അത് ഞാനിപ്പോ പറയാനുള്ള കാരണം, ഇന്നത്തെ കാലത്ത് 365 ദിവസവും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സമയം നോക്കാതെ 1 മണിക്കൂറിൽ കൂടുതലൊക്കെ പോയി ചെയ്യുന്നവരുണ്ട്. എന്നാൽ ആയുർവേദത്തില് ഋതുചര്യയിൽ പറയുന്ന ആ ഒരു വ്യായാമത്തിന്റെ ഒക്കെ ഒരു കണക്ക് നമ്മൾ എടുക്കുമ്പം ഓരോ സീസണിലും ഓരോ രീതിയിലാണ്. ചില സീസണിൽ കൂടുതൽ ചെയ്യുക, അല്ലെങ്കിൽ ചില സീസണിൽ വളരെ കുറച്ചേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇന്നിപ്പം ടോപ്പിക് ഒന്ന് ഡൈവേർട്ടായി പോകുന്നില്ല. ഇവിടെ നമ്മളുടെ കർക്കിടക മാസം എന്ന് പറയുന്നത് വർഷ ഋതുവിൽ വരുന്ന ഒന്നാണ്. ഈ വർഷ ഋതുവില് ശരീരത്തിന്റെ ബലം, അഗ്നിശക്തി അല്ലെങ്കിൽ ദഹനശക്തി, പ്രതിരോധ ശേഷി ഇതൊക്കെ നല്ല രീതിയിൽ കുറയുന്ന ഒരു സമയമാണ്. ഈ മഴക്കാലത്തിനെയും അത് കഴിഞ്ഞു വരുന്ന കാലാവസ്ഥകളെയും അതിജീവിക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഔഷധ സസ്യങ്ങൾ ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് ഈ ഔഷധ കഞ്ഞി എന്ന് പറയുന്നത്. ഞവരേരിയും നുറുക്കു ഗോതമ്പും ഒക്കെ ചേർത്തിട്ട് വിവിധ രുചികളില് ഈ ഔഷധക്കഞ്ഞി ഓരോ നാട്ടിലും ഉണ്ടാക്കാറുണ്ട്. അത് ഞവരേരി കഞ്ഞിയായിട്ട് പറയാം, ജീരക കഞ്ഞി, ഉലുവ കഞ്ഞി, അതുപോലെ തന്നെ ദശപുഷ്പ കഞ്ഞി. ഇങ്ങനെ ഓരോ നാടിന്റെയും ജൈവ വൈവിധ്യത്തിനനുസരിച്ചിട്ട് ഈ കഞ്ഞിയിൽ വ്യത്യാസം വരും. ഈ കഞ്ഞി ദിവസവും ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ടതാണ്. ഇത് 7 ദിവസം, 14 ദിവസം അല്ലെങ്കിൽ 28 ദിവസമൊക്കെ കഴിക്കാം. പൊതുവെ രാവിലെ കഴിക്കാനായിട്ടാണ് പറയാറുള്ളത്. എന്നാൽ രാത്രി വേണമെങ്കിലും കഴിക്കാം. ഇനി 2 നേരം കഴിക്കേണ്ടവർക്ക് അങ്ങനെയാണെങ്കിൽ കഴിക്കാവുന്നതാണ്. ഇനി ഈ കഞ്ഞിയുടെ കൂട്ടത്തില് തോരനായിട്ട് കഴിക്കാൻ വേണ്ടി നമുക്ക് ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി കർക്കിടകത്തിൽ കഴിക്കുന്ന 10 ഇലവർഗ്ഗങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ കഞ്ഞി കുടിക്കുന്ന ദിവസങ്ങളില് ചായ, കാപ്പി, എണ്ണ പലഹാരങ്ങൾ, മാംസം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇതുവഴി നമുക്ക് ഈ ജീർണശക്തി കൂടുതൽ നിലനിർത്താനായിട്ടും ഇതിന്റെ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കാനായിട്ടും സഹായിക്കുന്നതാണ്. ഈ കഞ്ഞിയിൽ ശരിക്കും എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കൽസിന്റെ ഗുണങ്ങള് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടും നല്ല ആന്റി ഓക്സിഡന്റ് ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നതാണ്. അണുബാധ തടയാനായിട്ടും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും കൊളസ്ട്രോളിന്റെയും ഷുഗറിന്റെയൊക്കെ ഒരു ലെവല് നിയന്ത്രിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും ഈ കർക്കിടക കഞ്ഞി സഹായിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഈ കർക്കിടക കഞ്ഞിയുടെ ഗുണങ്ങള്. ഇനി ഇതില് ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ ഔഷധ സസ്യങ്ങൾ ചേർക്കാം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.